പണ്ട് 35 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അനുഭവമാണ്. അന്നിങ്ങനെ ഞങ്ങൾ പാരലൽ കോളേജിൽ ഇങ്ങനെ ട്യൂഷൻ പഠിക്കാൻ പോകും. അപ്പോൾ അവിടെ മനോഹരൻ എന്നുള്ളൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അത് ഈ ക്രിസ്ത്യൻ സുവിശേഷമൊക്കെ പറയുന്ന ഒരു മനോഹരനായിരുന്നു. കാലൊക്കെ സുഖമില്ലാത്തൊരാൾ, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയില്ല. മനോഹരൻ സാർ അന്ന് ഈ ട്യൂട്ടോറിയൽ കോളേജിൽ വാർഷികമൊക്കെ നടത്തും. കാരണം പിള്ളേരെ പിടിച്ചിരുത്താനും ആരും കൊഴിഞ്ഞു പോകാതിരിക്കാനും പരസ്പരം ഒരു ഏരിയയിലുള്ള 3-4 ട്യൂഷൻ പാരലൽ കോളേജിൽ ഭയങ്കര മത്സരമാണ്. കാരണം കലാപരിപാടികൾ അവതരിപ്പിക്കും, പിള്ളേരുടെ പരിപാടി, മറ്റ് കലാകാരന്മാരൊക്കെ വിളിച്ചുള്ള പരിപാടി അവതരിപ്പിക്കും. അപ്പോൾ ഈ പാസ്റ്റർ മനോഹരൻ അദ്ദേഹം മിമിക്രി അവതരിപ്പിക്കുമായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം പാടിയ പാട്ട്, അദ്ദേഹം പാസ്റ്ററാണ്, ഒരു ക്രിസ്തുമത സുവിശേഷകനായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് ഈ പാട്ട് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ തന്നെ കാരണം. അദ്ദേഹം പാടി, പാട്ട് ഇങ്ങനെയായിരുന്നു. എന്തൊക്കെ ചെയ്യുമേ ഏതൊക്കെ ചെയ്യുമേ എട്ടണയുടെ കിഴങ്ങുകൊണ്ട്, എന്തൊക്കെ ചെയ്യുമേ ഏതൊക്കെ ചെയ്യുമേ എട്ടണയുടെ കിഴങ്ങുകൊണ്ട്, എട്ടണയുടെ കിഴങ്ങും കാപ്പക്കയരിയും 9 പിള്ളേരുമേ, എട്ടണയുടെ കിഴങ്ങും കാപ്പക്കയരിയും 9 പിള്ളേരുമേ, എന്തൊക്കെ ചെയ്യുമേ ഏതൊക്കെ ചെയ്യുമേ എട്ടണയുടെ കിഴങ്ങുകൊണ്ട്. ഈ കാപ്പക്ക എന്ന് അന്നത്തെ ഈ അരി അളക്കുന്ന ഒരു പാത്രമുണ്ട്, അതിന് കാപ്പക്കരി എന്നൊക്കെ പറയുന്ന പ്രയോഗം പണ്ടുണ്ടായിരുന്നു. മരച്ചിനിയായിരുന്നു കിഴങ്ങ് എന്നറിയപ്പെടുന്നത്. പിന്നെയും പുള്ളി അന്ന് ആ മിമിക്രി അവതരിപ്പിച്ച വേറൊരു ഐറ്റം ഇതാണ്. പെരിച്ചാഴി പെരിച്ചാഴി മരച്ചീനി വിളയിലെ രാജാവേ, കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലനാടൻ ചരക്കാണു നീ, ഒരു മലനാടൻ ചരക്കാണു നീ. ഇത് പാരഡിയാണ്, ആരും കേട്ടിട്ട് പരിഭവവും പരാതിയൊന്നും പറയണ്ട. അദ്ദേഹം പാടി മരച്ചിനി എന്ന് പറയുമ്പോൾ കപ്പ നട്ടിരിക്കുന്ന കപ്പ, അതാണ്. പെരിച്ചാഴി പെരിച്ചാഴി മരച്ചീനി വിളയിലെ രാജാവേ, കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലനാടൻ ചരക്കാണു നീ, ഒരു മലനാടൻ ചരക്കാണു നീ. കുഞ്ഞലികളെ കുഞ്ഞലികളെ പെറ്റുപെറുക്കി പോകാനൊരുങ്ങുകയാണല്ലോ, കുഞ്ഞലികളെ കുഞ്ഞലികളെ പെറ്റുപെരുക്കി പോകാനൊരുങ്ങുകയാണല്ലോ, നഗരം കാണാത്ത നടമാറാത്ത നാടൻ ചരക്കാണു നീ, ഒരു നാടൻ ചരക്കാണു നീ. നഗരം കാണാത്ത നാണോ മാറാത്ത നാടൻ ചരക്കാണു നീ, ഒരു നാടൻ ചരക്കാണു നീ. പെരിച്ചാഴി ഹോയ് ഹോയ് പെരിച്ചാഴി മരച്ചീനി വിളയിലെ രാജാവേ, കുളിരോ കൊണ്ടു കുണുങ്ങി നടക്കുന്ന മലനാടൻ ചരക്കാണു നീ, ഒരു മലനാടൻ ചരക്കാണു നീ. ഇതാണ് ഒരു 35 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അനുഭവമാണ്. അങ്ങനെ പാരലൽ കോളേജിലെ അനുഭവം. അന്നത്തെ പലരും കവിതകൾ ഒക്കെ അവതരിപ്പിക്കും, ഇങ്ങനെ മോണോ ആക്ട് ഇങ്ങനെയൊക്കെ അവതരിപ്പിച്ചു. അപ്പോൾ ഇതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിന്ന ഒരു ഓർമ്മയാണ്. മനോഹരൻ സാർ ഇപ്പോഴും ഉണ്ടാവും. പഴയ കലാകാരന്മാർ സാം ലെസ്ലി നെടുമങ്ങാട്, പിന്നെ ഒരു സെബാസ്റ്റ്യൻ, ഇവരൊക്കെ പെരുമ്പഴൂർ ഹൈസ്കൂളിൽ പഠിച്ച പാട്ടുകാരൻ. പിന്നെ ശശിയാണ് പണ്ട് എനിക്ക് പലപ്പോഴും പാട്ടിൻ്റെ ബേസിക്കൊക്കെ പറയും. അന്ന് മാനസനിളയിൽ എന്ന പാട്ടിൻ്റെ സ്വരങ്ങളുണ്ട്. സ സ പ സ സ സ സ സ സ സ സനി പമ പനി പരി രി 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 സനി പനി രി ഗ രി ഗ സ രി സരി നി സാ. 35 വർഷം മുമ്പുള്ള അനുഭവമാണ് അത്. ഞാനന്ന് സ സ സ തെറ്റായിട്ട് പാടി പ സ സ എന്ന് സ സ. അപ്പോൾ
അപ്പോൾ ശശി പറയും അങ്ങനെയല്ല, പസാ സ എന്നാണ്, അല്ല സസാ. അന്ന് വലിയ അല്പജ്ഞാനം കൊണ്ട് ഇങ്ങനെ വലിയ ആളായി നടക്കുന്നൊക്കെ ഒരു കാലം. അപ്പോൾ ആ ശശി ഞാനിങ്ങനെ ഒന്ന് ഓർക്കുകയാണ്. അദ്ദേഹം സർക്കാർ സർവീസിലൊക്കെ ആണെന്ന് തോന്നുന്നു, പാട്ടൊന്നും കേൾക്കാറില്ല, നല്ല ശബ്ദമായിരുന്നു അദ്ദേഹം. നല്ല സ്വാമി സംഗീതം ആലപിക്കും താപസഗായകനല്ലോ ഞാൻ. ഈ സംഗതിയൊക്കെ അത് നമ്മളെ കൃത്യമായിട്ട് പാടും. നമ്മളന്ന് പാടും വെള്ളി വീഴും, താ അങ്ങനെയൊക്കെ ആയിപ്പോവും, ശബ്ദം മാറിപ്പോൾ. അത് താപസഗായകൻ അല്ലോ ഞാൻ. ശശി, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ സാബു, അവരൊക്കെ കലാകുടുംബമാണ്. അപ്പോൾ എല്ലാവരും ഞാനൊന്ന് ഓർത്തെടുക്കുകയാണ്, കാരണം ഇതൊക്കെ ഒരു ഓർമ്മകളാണ്. നമ്മൾ ഈ ഓർമ്മകൾ ഒരിക്കലും നശിക്കുക. നമ്മൾ മരിച്ച് മണ്ണടിഞ്ഞാലും ഈ മെമ്മറി കാർഡ് ഇങ്ങനെ നിലനിൽക്കുക. ആ ഓർമ്മകളിലൂടെ നമ്മൾ വീണ്ടും വരും. ഇതൊക്കെ വീണ്ടും ഈ ചെയ്തത് തന്നെ വീണ്ടും ചെയ്യും. ഇത് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ആ ജനിച്ച സ്ഥലത്ത് അച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ട് മക്കളായിട്ട് ജനിക്കണമെന്നാണ്. അതേ സ്കൂളിൽ, അതേ നഴ്സറി സ്കൂളിലൊക്കെ പഠിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതാണ് ആ പഴയകാല ഓർമ്മകൾ. അന്ന് നല്ല രസകരമായൊരു കാലഘട്ടമായിരുന്നു ആ സ്കൂൾ കാലം. സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. ഒരുപാട് പേര് പ്രശസ്തരായ, ആരും വലിയ പ്രശസ്തരായില്ലെങ്കിലെല്ലാം കലാകാരന്മാരായ സജ്ജു, നാടകനടൻ സജ്ജു, പിന്നെ നമ്മളെ ക്ലാസ് ലീഡർ ജയരാജ്, കളത്തുവിള എന്ന സ്ഥലത്തുള്ള ജയരാജാണ്. അദ്ദേഹം ബോംബെയിൽ നിന്നെന്തോ ചെറിയ പ്രൈവറ്റ് ജോലിയായിട്ടൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്ന ആളാണ്. അതാണ് ആ പാട്ടും ആ ഓർമ്മകളും. ഇനിയും കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ പറയും, നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ജയൻ തൃക്കാക്കര എന്നുള്ള ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ നന്നായിരിക്കും. കാരണം വീണ്ടും വീണ്ടും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാനൊക്കെ ഒരു പ്രചോദനമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.